വാഹനോടമയായ മനാഫ് വാഹനഭാഗം ഉയർന്നപ്പോൾ തന്നെ ഇത് തന്റെ വാഹനമാണ് എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതിൽ അർജുന്റെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥി കണ്ടു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന്റെ കുടുംബം ഇപ്പോൾ ജിതിന്റെ പ്രതികരണം നമ്മൾക്ക് ലഭ്യമാക്കിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കാരണം 71 ദിവസത്തെ കാത്തിരിപ്പാണ് ഇത്രയും വലിയ ഒരു രക്ഷാദൗത്യം. അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള ഒരു തിരച്ചിൽ, അതിനാണ് ഇപ്പോൾ അവസാനം ഒരു കുറിക്കുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് ഡ്രഡ്ജറിന് തൊട്ടപ്പുറത്തുള്ള ബോട്ടിൽ തന്നെ MLA അടക്കമുള്ള ആളുകളുണ്ട്. ഇനി ജില്ലാ ഭരണകൂടത്തിനുമാണ് ഔദ്യോഗികമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ മുന്നോട്ടേക്ക് എടുത്തുകൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ അർജുന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭൗതിക ശേഷിപ്പ് അതിൽ ഈ ലോറിക്ക് അകത്തുണ്ടോ എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതായുണ്ട്. അത്തരത്തിലുള്ള ഉറപ്പും ഇനി മറ്റുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തേണ്ടതായുണ്ട്. അതൊക്കെ ഇനി ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള ലീഗലായിട്ടുള്ള പ്രൊസീജിയറുകളിലേക്കാണ് ഇനി കടക്കുന്നത്. എന്തായാലും ഇത്രയും നീണ്ടുനിന്ന ഒരു രക്ഷാദൗത്യം, അതിനുശേഷമുള്ള ഒരു തിരച്ചിൽ 3 ഘട്ടങ്ങളായി നടന്ന ആദ്യം സൈന്യവും അതുപോലെ നേവിയും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുണ്ടായ ഒരു സംവിധാനം. അതിനുശേഷം പിന്നീട് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കൂടിയാലോചനകൾ, ചർച്ചകൾ, ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തും ബംഗളൂരുവിലും നടന്ന തിരക്കിട്ട ചർച്ചകൾ, അതിനുശേഷം പിന്നീട് 2ാം ഘട്ടത്തിൽ ഡൈവ് ചെയ്തുള്ള പരിശോധനകൾ, NDRFും SDRFും ഈശ്വർ മാൽപേയും അടക്കമുള്ള നിരവധി മുങ്ങൽ വിദഗ്ധർ നിരന്തരമായി ഇറങ്ങുന്ന ഒരു അവസ്ഥ. അതിനെല്ലാം ശേഷമാണ് ഒടുവിൽ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒടുവിൽ ഇത്തരത്തിൽ 71ാമത്തെ ദിവസത്തേക്ക് ദുരന്തഭൂമി ഇപ്പോൾ നമ്മുടെ തൊട്ടുപിറകിലായി കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ അന്ന് നമ്മൾ കണ്ട ഗംഗാവലി പുഴയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്രയും ശാന്തമായി സുന്ദരമായി. ജില്ലാ ഭരണകൂടവും കാർവാർ MLA അടക്കമുള്ളവർ എത്തിയോ? അവരൊക്കെയാണല്ലോ ഇനി സ്ഥിരീകരിക്കേണ്ടത്. സ്ഥിരീകരണത്തിനപ്പുറം പിന്നീട് മറ്റ് നിയമപരമായ ടെസ്റ്റുകൾ, ഈ DNA പരിശോധന അടക്കം നൽകണം. നേരത്തെ തന്നെ ബ്ലഡ് സാമ്പിളൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ നൽകിയതാണ്. അപ്പോൾ ഉറപ്പിക്കണം, ഇനി അത് നിയമപരമായി തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. അർജുന്റെ ബോഡിയാണോ അങ്ങനെയെങ്കിൽ ലഭ്യമായിരിക്കുന്നത് എന്നൊക്കെയുള്ള നടപടികളുണ്ട്. അതിനുവേണ്ടിയുള്ള ആളുകളൊക്കെ ആ വാഹനത്തിനടുത്തേക്ക് ഉണ്ടല്ലേ? തൊട്ടടുത്ത ബോട്ടിൽ തന്നെയാണ് കാർവാർ MLA ആയ സതീഷ് കൃഷ്ണസീൽ. നമ്മൾ ഇത്തരത്തിൽ ഒരു അപകടം നടന്ന തിരച്ചിലിന്റെ രക്ഷാദൗത്യത്തിന്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ മലയാളികൾക്ക് ഇപ്പോൾ സുപരിചിതമായ ഒരു പേരാണ് കാർവാർ MLAയുടേത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ SP M നാരായണ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. ഇനി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട ഈ ദൗത്യത്തിന് വിവിധ തലങ്ങളിൽ ഏകോപന ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ CP2 മേജർ ജനറലായിരുന്ന ഇന്ദ്രബാലൻ മാർക്ക് ചെയ്ത CP2 പോയിന്റ് മാർക്ക് ചെയ്തുകൊണ്ട് ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലിനിടയിലാണ് ഇത്തരത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ലോഹഭാഗം കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് അത് ഉയർത്താനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വാഹനഭാഗം നമുക്ക് ഉയർത്താൻ സാധിക്കുന്നത്. എന്തായാലും 71 ദിവസം നീണ്ടുനിന്ന ഇത്തരത്തിലുള്ള ഒരു ദൗത്യം എന്നത് നിസ്സാരമല്ല. ഇനി നമ്മൾക്ക് ഏത് കാലത്തും ഇത്രത്തോളം നീണ്ടുപോയിട്ടുണ്ടായ ഒരു തിരച്ചിൽ അല്ലെങ്കിൽ രക്ഷാദൗത്യം ഒരു പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായിട്ടുണ്ടോ എന്നത് നമ്മൾ ഇനിയും ഇത്തരത്തിലുണ്ടായിട്ടുണ്ടോ എന്നത് നമ്മൾക്ക് ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു തിരച്ചിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു കൃത്യമായൊരു കോർഡിനേഷൻ ഇവിടെ നടന്നിരുന്നു. പല രീതിയിൽ സാധാരണക്കാർ തൊട്ട് രാജ്യത്തെ പരമോന്നത സംവിധാനങ്ങളിലൊന്നായ സൈന്യം വരെ ഇത്തരത്തിൽ തിരച്ചിലിന്റെ ഭാഗം ഏകോദര കരയിലേക്ക് മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ അടുത്ത നടപടി. അതെ, തീർച്ചയായും ഇപ്പോൾ അത്തരത്തിലുള്ള നടപടിക്ക് തന്നെയുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ നമ്മൾക്ക് കാണാം, അത്ര വലിയ ഒരു ലോഹഭാഗമല്ല, വാഹനത്തിന്റെ ക്യാബിൻ ഭാഗമാണ് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് അവിടെ നിന്ന് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ടതാണ്, വലിയ വാഹന ഭാഗങ്ങൾ, ക്യാബിനുകളൊക്കെ തന്നെ ഉയർത്തുന്ന സമയത്ത് ക്രെയിനിന്റെ സഹായം പലപ്പോഴും വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ക്രെയിനിന്റെ കൂടി സഹായത്തോടു കൂടിയായിരിക്കാം ഇത്തരത്തിൽ നദിയുടെ തീരത്തേക്ക് ഈ ഒരു വാഹനഭാഗം എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവുക. മാത്രമല്ല അതിൽ ഭൗതിക ശേഷി നമ്മൾ നോക്കിക്കാണുകയാണ്.